നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, ഹരിപ്രിയയും DKയും തമ്മിലുള്ള അടുപ്പം കുറച്ച് കൂടുന്നുണ്ടോന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അമ്മേ, ഇവര് പറഞ്ഞത് ശരിയാണെന്നാ എനിക്കും തോന്നുന്നത്. നിങ്ങൾ ആവശ്യമില്ലാത്ത പറഞ്ഞ അവളെ ഭ്രാന്ത് കയറ്റരുത്. ഹരിപ്രിയ എങ്ങനെ സുപ്രിയ ആകുന്നത്? അവന്റെ ഭാര്യ ഇപ്പൊ ജ്യോതിയ. സുപ്രിയ മരിച്ചു, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ. അവളുടെ രൂപസാദൃശ്യം ഉണ്ടെന്ന് കരുതി ഹരിപ്രിയെ സുപ്രിയാക്കാൻ പറ്റുമോ? ഭാര്യയുടെ അനിയത്തിലുള്ള സ്നേഹം മാത്രമേ അവന്റെ മനസ്സിലുള്ളൂ. മറിച്ചൊന്നും ആരും പറഞ്ഞു പരത്തണ്ട. മനസ്സിലായോ? സംഗതി ഒന്ന് കൊഴുത്തു. ഒന്നുകൂടി ശ്രമിച്ചാ അവര് തിരിച്ചു വരുമ്പോ ഇവിടെ ഒരു നല്ല സീൻ കാണാം. കളിച്ച് കളിച്ച് കളി കാര്യാവോ? അതെ, നമുക്കിതിവിടെ നിർത്താം. വെറുതെ പുലിവാലി പിടിക്കണ്ട. ഇതൊരു തീപ്പൊരിയല്ലേ, ചെറുതായിട്ടൊന്ന് ഊതി കൊടുത്താ മതി, അതങ്ങാളി കത്തിക്കോളും. ജ്യോതിയുടെ മനസ്സില് ആ തീ കത്തി തുടങ്ങി. ഇനി ഹരിപ്രിയയുടെ മനസ്സിൽ കൂടി ആ തീ കത്തിയാൽ നമ്മുടെ ജോലി കഴിഞ്ഞു. പിന്നെ കാര്യങ്ങൾ അവര് തമ്മിലായിക്കോളും. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഞാൻ സുപ്രിയ ഓർത്തുപോയി. ഓരോ കാഴ്ചയിലും അവൾ ഓരോ അത്ഭുതങ്ങളാ എനിക്ക് തന്നിട്ടുള്ളത്. ഒടുവിൽ എന്നിൽ നിന്ന് അകന്നു പോയതും അങ്ങനെ തന്നെയാ. ഇല്ല, സുപ്രിയ എവിടെയും മാഞ്ഞു പോയിട്ടില്ല. ഞാൻ സുപ്രിയയാണെന്ന സത്യം DKയോട് പറയാൻ ഇതാണ് ഏറ്റവും പറ്റിയ സമയം. പക്ഷേ ഇപ്പൊ ജ്യോതിയാണ് എനിക്കെല്ലാം. സുപ്രിയോടുണ്ടായിരുന്ന അതേ ഇഷ്ടം തന്നെയാ എനിക്ക് ജ്യോതിയോടുള്ളത്. അല്ല, ഹരിപ്രിയ എന്തിനാ ഇങ്ങോട്ട് വന്ന് അത് പറഞ്ഞില്ല? അല്ല, ഏട്ടന് തിരക്കാണോ? ഏയ് അത് സാരമില്ല, താൻ പറയും, എന്തു വേണം? എനിക്കൊരു സ്ഥലം വരെ പോണായിരുന്നു. ഏട്ടൻ കൂടെ വരുവോ? അതിനെന്താ, എവിടെയാ പോകേണ്ടെന്ന് പറഞ്ഞാൽ മതി. തൊട്ടപ്പം പാറയിൽ. അവിടുത്തെ ഭഗവാന്റെ മുന്നിൽ പോയി എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. എന്തുപറ്റി? വരാൻ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? അവിടെ എന്തിനാ ഹരിപ്രിയ പോകുന്നത്? ഞാനിപ്പോ അങ്ങോട്ട് പോകാറില്ല. അറിയാം, സുപ്രിയയുടെ പ്രിയപ്പെട്ട ഇടായിരുന്നല്ലോ. ആ ഓർമ്മകളെയൊക്കെ മനഃപൂർവ്വം മറക്കുകയാണല്ലേ? അതെ, ആ ഓർമ്മകളൊക്കെ വേദന മാത്രമാണ് തരുന്നത്. അതുകൊണ്ട് മറക്കാൻ ശീലിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.